വളരെ പ്രാധാന്യത്തോടെ പ്രസക്തമായൊരു വിഷയത്തെ അധികരിച്ചുള്ള ചർച്ചയാണ് ഇവിടെ ആരംഭിക്കുന്നത്. വക്കം മൗലവിയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ സ്ഥാനവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ വക്കം മൗലവി എന്ന വ്യക്തിത്വത്തെ ഒരു വ്യത്യസ്തമായ രീതിയിൽ വിശകലന വിധേയമാക്കുന്ന ഒരു സെഷൻ കൂടിയാണിത്. വക്കം മൗലവിയെ പല രീതിയിൽ വായിക്കുകയും വിലയിരുത്തുകയും കൊണ്ടാടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വക്കം മൗലവിയുടെ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നത് പ്രധാനമാണ്. ഏതൊരു വ്യക്തിയെയും അല്ലെങ്കിൽ ഏതൊരു ചരിത്രത്തെയും നമുക്ക് ഏകമാനകമായ രീതിയിൽ മാത്രം നോക്കിക്കാണുക എന്നത് വസ്തുതകളോട് ചെയ്യുന്ന അപരാധമായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ചരിത്ര വ്യക്തിത്വങ്ങളെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്, അവരെ വിലയിരുത്തുന്ന സമയത്ത് ഒരു നേർരേഖയിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന വസ്തുതകൾ ഒരുപക്ഷെ ചില ഇടങ്ങളിൽ തെറ്റായി പോകാൻ സാധ്യതകളുണ്ട്. ചരിത്രമെന്ന് പറയുന്നത് എപ്പോഴും കുണ്ടും കുഴിയും വളവും തിരിവുകളും ഒക്കെ നിറഞ്ഞ ഒരു പാതയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവയെല്ലാം പരിശോധിച്ചും വിലയിരുത്തിയും വിശകലന വിധേയമാക്കിയും അവലോകനം ചെയ്തുമാണ് നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ളത്. അങ്ങനെയൊരു സഞ്ചാരം സാധ്യമാകുമ്പോഴാണ് സത്യത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പറഞ്ഞു വെച്ച, അല്ലെങ്കിൽ എല്ലാവരും എഴുതി വെച്ച, അല്ലെങ്കിൽ പൊതുവെ കൊണ്ടാടപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമെന്ന് നമ്മൾ കരുതുന്ന അങ്ങനെ ഒരു പുകമറയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ചരിത്ര വസ്തുതകളെ മാത്രം ആസ്പദമാക്കാതെ അതിനെ വിമർശന വിധേയമാക്കുകയും വിമർശനപരമായി സമീപിക്കുകയും കുറച്ചൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ചരിത്രവായന സാധ്യമാക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ തെളിച്ചങ്ങൾ നമുക്ക് ചരിത്രപരമായി ഉണ്ടായിത്തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ആ അർത്ഥത്തിൽ തന്നെ ഏതൊരു ചരിത്ര വ്യക്തിത്വത്തെയും ചരിത്ര സന്ദർഭങ്ങളെയും വായിക്കുക എന്നത് പ്രധാനമാണ് എന്ന അർത്ഥത്തിൽ കൂടിയാണ് ഇങ്ങനൊരു വിഷയത്തിൽ ഈ ഒരു ചർച്ച, ഈ ഒരു പഠന വേദി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ചെറായി രാമദാസ് സാറും അതുപോലെ ബഹുമാനപ്പെട്ട ഡോക്ടർ ആലിച്ചത്ത് അവർകളും ഒക്കെ ഈ വിഷയത്തിൽ അവരുടെ വീക്ഷണങ്ങൾ ഇവിടെ അവതരിപ്പിക്കും. ഇതൊരു വലിയ ചർച്ചയുടെ ആമുഖം കൂടിയാണ്. നമ്മുടെ പൊതുസമൂഹത്തിനകത്ത്, പൊതുധാരയ്ക്കകത്ത് അത്ര പൊതുവല്ലാത്ത ഒരു ചർച്ച കൂടിയാണ്. കാരണം വക്കം മൗലവി എപ്പോഴും ആഘോഷിക്കപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ഇരുളടഞ്ഞ അല്ലെങ്കിൽ ഇരുണ്ട ഇത്തരത്തിലുള്ള ചില വശങ്ങളെ വിശകലന വിധേയമാക്കാൻ പൊതുവെ ആരും ധൈര്യപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ ചർച്ച നേരത്തെ പല സന്ദർഭങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിലും അത് മുഖ്യധാരയിലേക്ക് അത്രമാത്രം എടുത്തുയർത്തപ്പെട്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചർച്ചയുടെ ഭാഗമായി വീണ്ടും മുഖ്യധാരയിലേക്ക് ഈ ചർച്ച ഉയർത്തിക്കൊണ്ടുവരിക എന്നതുകൂടി താല്പര്യമാണ് എന്ന് ആമുഖമായി സൂചിപ്പിച്ച്, വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പരിശോധിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ആ വൈരുദ്ധ്യങ്ങളിലേക്ക് കൂടിയാണ് നമ്മൾ ഒന്ന് എത്തി നോക്കുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചേർത്ത് വായിക്കുകയും അങ്ങനെ പത്രലോകത്ത്, മാധ്യമരംഗത്ത് വലിയ അളവിൽ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പത്രാധിപരായി. കാരണം ഇന്നത്തെ മാധ്യമരംഗം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പലവിധ താല്പര്യങ്ങളാൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ ലോകത്തെയാണ് നമ്മൾ ഇന്ന് എന്നല്ല എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്.
അവിടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു നൽകുന്ന ഒരു പത്രാധിപർ എന്ന അർത്ഥത്തിൽ കൂടിയാണ് വക്കം മൗലവിയെ കൂടുതലായി ആഘോഷിക്കപ്പെടുന്ന ഒരു തലം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സവർണ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഉയർത്തേണ്ടതുണ്ട്. ആ സവർണ നിലപാടുകളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ വക്കം മൗലവി സഞ്ചരിച്ചിരുന്നോ എന്ന വിഷയത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ വിമർശനാത്മകമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ചെറായി രാമദാസ് സാർ ആദ്യം ഒന്ന് ഇടപെട്ട് സംസാരിക്കും. സുഹൃത്തുക്കളെ, ഈ വേദിയിൽ പങ്കെടുക്കാൻ അവസരം തന്ന സംഘാടകർക്ക് നന്ദി പറയുന്നു. എന്നെപ്പോലെ തന്നെ വളരെ അകലെ നിന്ന് വന്ന പങ്കാളികൾ ഈ പരിപാടിയിൽ അധികമുണ്ടാകാൻ ഇടയില്ല എന്ന് ഞാൻ കരുതുന്നു. ഒരു 200 കിലോമീറ്ററിൻ്റെ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. അതിനൊരു സവിശേഷ കാരണമുണ്ട്. ഈ വയസ്സ് കാലത്ത് ഇത്രയും യാത്ര ചെയ്ത് വരാൻ ഒരു സവിശേഷ കാരണമുണ്ട്. ഞാൻ പഠിക്കുന്നൊരു വിഷയമാണ്, വളരെ കാലമായി ശ്രദ്ധിക്കുന്ന വിഷയമാണ് എന്നതാണ് ഇതിലെ പ്രധാന കാര്യം. മറ്റൊന്ന്, ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുറേ കാലങ്ങളായി, ഒരു 3 പതിറ്റാണ്ടിനുള്ളിൽ എൻ്റെ ചെറിയ കഴിവിനനുസരിച്ച് എഴുതി പ്രസിദ്ധീകരിച്ചു ആളുകളുടെ മുന്നിൽ എൻ്റെ അഭിപ്രായം എത്തിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ എങ്കിലും ആദ്യമായി ഒരു വേദിയിൽ ഒരു സദസ്സിന് മുന്നിൽ ഈ അഭിപ്രായങ്ങൾ പറയുന്നു എന്ന പ്രാധാന്യം ഇതിനുണ്ട്. അതാണ് ഇത്ര ദീർഘദൂരം സഞ്ചരിച്ചും ഈ കുറഞ്ഞ സമയത്തിന് വേണ്ടി മാത്രം, നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട വിഷയമായത് കൊണ്ട് ആണ് ഇവിടെ വരാൻ ഉള്ള താല്പര്യം കാണിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു പങ്കാളി ഇവിടെ വന്നിട്ടില്ല എന്നത് മനസ്സിനെ ചെറുതായി അലട്ടുന്നുണ്ടെങ്കിലും ഇത്തരമൊരു വേദിയിൽ ഒരു ഓഡിയൻസിന് മുന്നിൽ ആദ്യമായി എൻ്റെ അറിവുകളോ അറിവില്ലായ്മകളോ പങ്കുവെക്കാനൊരു അവസരം കിട്ടിയിരിക്കുന്നു എന്നതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. എത്ര ആളുണ്ട് കേൾക്കാൻ എന്നത് എന്നെ അലട്ടുന്ന കാര്യങ്ങളെയല്ല. 2 പേരാണെങ്കിൽ പോലും ഞാൻ വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് വരും. കാരണം എനിക്കിനി പുറത്ത് വരുത്തേണ്ട വലിയ ഒരു രചനയുടെ ഒരാമുഖം ഇവിടെ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. അതിൽ വക്കം മൗലവിയുണ്ട്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുണ്ട്, തിരുവിതാംകൂറിൻ്റെ ആ പഴയ കാലമുണ്ട്, പുതിയ കാലത്തെ സ്തുതിപാഠകരുണ്ട്. എല്ലാ നിലയ്ക്കും മൗലവി ഉൾപ്പെടുന്ന തലമുറയെ പരിശോധിക്കുന്ന ഒരു വലിയ കൃതിയുടെ തയ്യാറെടുപ്പിലാണ് ഞാൻ. ഇപ്പോഴത്തെ എഴുത്തിൻ്റെ തിരക്കുകൾ മാറിയാൽ, ആയുസ്സുണ്ടെങ്കിൽ ഞാൻ ആ പുസ്തകത്തിലേക്ക് കിടക്കും. അതിൻ്റെ ഒരു ആമുഖം എന്ന നിലയ്ക്കാണ് 2 വാക്കിവിടെ പറയാൻ അവസരം തന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. വക്കം മൗലവിയെ ഒരുപക്ഷെ നിങ്ങളിൽ എത്ര പേർക്ക് എൻ്റെ ഒരു 10-12 കൊല്ലം മുൻപ് വന്ന ഒരു ലേഖനം പരിചയമുണ്ടാകും എന്നെനിക്കറിയില്ല. ഈ കാലം മുഴുവൻ 2011 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന ആ ലേഖനം വരുന്നത് വരെയുള്ള ഏതാണ്ട് ഒരു 3/4 നൂറ്റാണ്ട് കാലവും മലയാളികൾ പരിചയപ്പെട്ടിരുന്ന ഒരു മൗലവിയെ അല്ല അവിടെ കാണിച്ചത്. ഞാനടങ്ങുന്ന വായനക്കാരും അന്വേഷകരും കേട്ട് പരിചയിച്ചു വന്നത് വക്കം മൗലവി എന്നത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു മാതൃകാ പത്രം ഉടമയും ഒരു പത്രാധിപരും തമ്മിലുള്ള അതിവിശിഷ്ടമായൊരു ബന്ധത്തിലെ ഒരു പങ്കാളി എന്ന നിലയ്ക്കാണ് ഞാനടക്കമുള്ള കേരളീയർ വക്കം മൗലവിയെക്കുറിച്ച് അറിഞ്ഞിരുന്നത്. പക്ഷേ 2011 വന്ന ഈ ലേഖനത്തിൽ മറ്റൊരു ചിത്രം, ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. വക്കം മൗലവിയെ വിമർശിക്കുക എന്നതല്ല എൻ്റെ ഒരു ഉദ്ദേശം. വക്കം മൗലവി വിമർശനങ്ങൾക്ക് ഉപരിയായി നിൽക്കുന്ന ചരിത്രത്തിലെ ഒരു വലിയ വ്യക്തിത്വമാണ്. അതാദ്യമേ പറഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ
മൗലവിയെ വിമർശിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്ന ആളുകളിൽ ഒരാളാണ് ഞാനും എന്ന് കരുതി പോകാനിടയുണ്ട്. അങ്ങനെയല്ല. നമ്മുടെ കാലഘട്ടം തന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലം തന്ന വളരെ ഉന്നതമായ ചിന്താ ലോകമുള്ള മാനസിക വ്യാപാരമുള്ള ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇനി ഞാൻ പറയാൻ പോകുന്ന പിഴവുകൾ ഒന്നും ആ വലുപ്പത്തെ കുറയ്ക്കുന്നില്ല. ആ കാലം മുസ്ലിം സമുദായത്തിൽ നിന്ന് അത്രയ്ക്ക് ചിന്താശേഷിയുള്ള ഒരാൾ പുറത്തേക്ക് വരിക എന്നത് ആ കാലത്തെക്കുറിച്ച് അല്പം അറിയുന്ന ആർക്കും മനസ്സിലാവും, അത്ഭുതകരമാണ്. അത്രമാത്രം ഒരു സ്കോളർന്നും മുഴുവൻ അർത്ഥത്തിലും പറയാവുന്ന, വിവിധ ഭാഷകളിൽ പാണ്ഡിത്യമുള്ള, വിവിധ വിജ്ഞാന ശാഖകളെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം മുസ്ലിം സമുദായത്തിന് ചെയ്ത സേവനങ്ങൾ ആ സമുദായത്തിന് മാത്രമായിട്ടുള്ള സേവനങ്ങളല്ല, അത് കേരളീയ സമൂഹത്തിന് മൊത്തമായി അദ്ദേഹം ചെയ്ത സേവനങ്ങളാണ്. വിദ്യ അഭ്യസിക്കുക എന്നത് അത്ര നല്ല കാര്യമായി കരുതാത്തൊരു കാലത്ത് അതിനുവേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള ശ്രമങ്ങൾക്ക് ഒരു സമാന്തര ഉദാഹരണം കാണിക്കാൻ എൻ്റെ മുന്നിലില്ല. അത്രയ്ക്ക് വിശിഷ്ടമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം മുസ്ലിം സമുദായത്തിലേക്ക് വിദ്യയുടെ വെളിച്ചം കടത്തിവിടാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശേഷിച്ച് സ്ത്രീകളുടെ ഇടയിൽ. അതെത്ര ചെറിയ അളവിലാണെങ്കിലും ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന, ആദരിക്കുന്ന ആ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ഒരാരംഭകാല പതിയൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. മുഴുവൻ പുരോഗമനപരമാണ് എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ അന്നത്തെ നിലപാട്. എങ്കിലും സ്ത്രീകൾ അക്ഷരം എഴുതുന്നത് പോലും തെറ്റായി കണക്കാക്കിയിരുന്ന ഒരു കാലത്ത് അവരെ വിദ്യയുടെ ലോകത്തേക്ക് ചെറിയ രീതിയിലെങ്കിലും കടത്തി കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു മഹാൻ. അതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, മലയാളികളായ മുസ്ലിങ്ങൾക്ക് പോലും മലയാള ഭാഷയിലുള്ള ഒരു പത്രം വായിച്ചാൽ അല്ലെങ്കിൽ വായിക്കാൻ വേണ്ട താല്പര്യമില്ലാതെ പരാജയപ്പെട്ടു പോയൊരു അനുഭവം അദ്ദേഹത്തിനുണ്ട്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ അൽ ഇസ്ലാം എന്ന അറബി മലയാളം പ്രസിദ്ധീകരണം വരുന്നത്. അപ്പോഴാണ് മുസ്ലിം സമുദായത്തിലെ തന്നെ ആളുകൾ വായനയിലേക്ക് വലിയ താല്പര്യത്തോടെ വന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിൽ മുസ്ലിം സമുദായത്തിൽ ഒരു വിദ്യയുടെ വെളിച്ചം കടത്തിവിടാൻ പരിശ്രമിച്ച, വേണമെങ്കിൽ പറയാം എതിർ നീച്ചൽ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരം ഒരു കാലാവസ്ഥയാണെന്നുള്ളത്. അങ്ങനെയൊക്കെ ചെയ്ത ഒരാളെ വിമർശിക്കാൻ മാത്രമായി രംഗത്ത് വരിക എന്നത് ഒട്ടും മാപ്പർഹിക്കുന്നൊരു കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ എനിക്ക് എന്നെപ്പോലുള്ളവർക്ക് വിമർശിക്കണമെന്നോ എടുത്തു പറയണമെന്നോ തോന്നുന്ന കാര്യങ്ങൾ മറ്റൊരു തലത്തിലാണ്. അത് ഈ നല്ല ഗുണങ്ങളെ കാണാതിരുന്നുകൊണ്ട് ആവരുത്. അദ്ദേഹം വളരെ വലിയ ആളാണ്, വലിയ പണ്ഡിതനാണ്, മഹാനാണ്, സമുദായ സ്നേഹിയാണ്. ഒക്കെ നമ്മൾ അംഗീകരിച്ചിട്ട് വേണം ഇനി പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട്. അദ്ദേഹം ഒരു മാതൃകാ പത്ര ഉടമ ആയിരുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷെ എൻ്റെ മുന്നിൽ വരുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തൊരു പത്രാധിപരെ പ്രവർത്തിക്കാൻ അനുവദിച്ചു എന്നതിലും വാസ്തവമുണ്ടാകാം. പക്ഷെ എനിക്ക് സങ്കടകരമായി തോന്നുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ചില അന്വേഷകരും ഗവേഷകരും ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ പുതിയ കാലത്തിൻ്റെ ആളുകളാണ്, മൗലവിയുടെ കാലത്തിൻ്റെ ആളുകളല്ല. മൗലവിയെ കേട്ടറിഞ്ഞ് മാത്രം പരിചയപ്പെട്ട ആളുകളാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എന്നെ പോലുള്ളവർക്ക് ആ തിരുവിതാംകൂറിൻ്റെ ആ കാലത്തെ ആദ്യ നോട്ടത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് മുഹമ്മദ് നബിയുടെ കാലത്തെ അടിമകളെക്കുറിച്ചൊക്കെ ഉള്ള ആ പാഠങ്ങളും ഒക്കെ വെച്ച് ഒരു മുസ്ലിം എന്തായിരിക്കണം എന്നൊരു പ്രാഥമിക സങ്കല്പം എന്നെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിൽ നേരത്തെ തന്നെ മുസ്ലിം ആരെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിൽ ഉറക്കുന്നതാണ്. പക്ഷെ ഞാനിവിടെ വക്കം മൗലവിയുടെ കാര്യത്തിലേക്ക് എൻ്റെ അറിയാൻ തുടങ്ങുമ്പോൾ കാണുന്നത് അങ്ങനെയല്ല. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഗുണവിശേഷങ്ങളും റദ്ദാക്കാതെ തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുന്നു. തിരുവിതാംകൂർ എന്ന വിശാലമായ ഒരു അടിമ ക്യാമ്പിൽ
സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ അതൊരു അടിമ ക്യാമ്പ് തന്നെയാണ്. തിരുവിതാംകൂർ അല്ലെങ്കിൽ കൊച്ചി, പകുതി വരെ കൊച്ചി ഒക്കെ അടിമകൾ എന്നുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളെ അടിമകൾക്ക് തുല്യമായി കണക്കാക്കിയിരുന്ന ഒരു കാലത്താണ് മൗലവി പൊതുരംഗത്തേക്ക് വരുന്നത്. ആ സമയത്താണ് അദ്ദേഹം സർവ്വസ്വാതന്ത്ര്യവും കൊടുത്ത് ഒരു പത്രാധിപരെ വളരാനും വിപുലമാകാനും അനുവദിച്ചത്. അതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് കേൾക്കാൻ നമുക്ക് ഭാഗ്യമില്ലാതെ പോയി. നമ്മൾ ചില കാര്യങ്ങൾ ഊഹിച്ചിട്ട് വേണം മൗലവിയെ വിലയിരുത്താൻ. കാരണം സ്വന്തമായ അദ്ദേഹം ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് മുന്നിലേക്ക് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ആരാധകരും സ്തുതിപാഠകരായിട്ടുള്ള അനുയായികളും പറയുന്ന കാര്യങ്ങളെ മൗലവിയെക്കുറിച്ച് നമ്മുടെ മുന്നിലുള്ളൂ. എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് വളർത്തിയ ഒരു പത്രാധിപർ, സഹോദര സ്നേഹത്തോടെ പത്ര ഉടമ, പത്രാധിപർ പെരുമാറി, ഇങ്ങനെ കുറേ പാഠങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ അടിമ ക്യാമ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തിരുവിതാംകൂറിൽ ഒരു മുസ്ലിം പെരുമാറേണ്ടത്, പ്രവർത്തിക്കേണ്ടത് അങ്ങനെ തന്നെ ആയിരുന്നോ എന്ന് സംശയം എനിക്കുണ്ട്. അടിമകളോടൊപ്പം നിൽക്കേണ്ടവനല്ലേ ഒരു മുസ്ലിം? കണ്ണു തെളിഞ്ഞ വിദ്യ അഭ്യസിച്ച ഒരു മുസ്ലിം എന്നാണ് എനിക്ക് തോന്നുന്ന സംശയം. അദ്ദേഹം അടിമകൾക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും ശബ്ദിച്ചോ എന്നത് എനിക്കറിയില്ല. അവസാന കാലത്ത് 932 അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്. 930 തുടങ്ങിയ ദീപിക പത്രത്തിൻ്റെ മുഴുവൻ ലക്കങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പോലും തിരുവിതാംകൂറിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനതയെക്കുറിച്ചൊരു വാക്ക് മിണ്ടാൻ അല്ലെങ്കിൽ എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന സങ്കടകരമായൊരു വസ്തുത നമുക്ക് മുന്നിലുണ്ട്. അതേസമയം സമൂഹത്തിലെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ബ്രാഹ്മണരോ നായന്മാരോ അല്ലെങ്കിൽ ഈഴവരോ ഒക്കെ ഉൾപ്പെടുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരുടെ യജ്ഞങ്ങളെ ഒക്കെ ആ പത്രത്തിലൂടെ, അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ പത്രത്തിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയെങ്ങും പുലയൻ അല്ലെങ്കിൽ പറയൻ എന്നൊരു പേര് എനിക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെയല്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കാൻ പാടുപെട്ടിരുന്ന ആ ജനവിഭാഗത്തിൻ്റെ പോരാട്ടങ്ങളോട് പേരിലെങ്കിലും ഒരു ആഭിമുഖ്യം അദ്ദേഹം പ്രകടിപ്പിച്ചോ എന്നത് എനിക്കറിയില്ല. മൗലവിയുടെ കാലത്തെ തിരുവിതാംകൂർ, കേരളത്തിലെ മറ്റ് രാജ്യങ്ങളെ വിടാം, തിരുവിതാംകൂർ എന്തായിരുന്നു എന്ന് ഏറ്റവും നന്നായി അറിയുന്നവരിൽ ഒരാളായിരിക്കണമല്ലോ അദ്ദേഹം. അത്ര അറിവിനോട് അത്ര ജാഗ്രതയോടെ പെരുമാറിയ ജീവിച്ച ഒരാൾക്ക് അതറിയാതിരിക്കാൻ വഴിയില്ല എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ നിർഭാഗ്യത്തിന് ആ മഹാനായ മലയാളി ഇന്നത്തെ പുതിയ തലമുറ വളരെ വൈകാരികമായി ഇടപെടുന്ന അടിത്തട്ട് സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രശ്നങ്ങൾ പോട്ടെ, ആ കാര്യങ്ങളിലേക്ക് ഒരു ചെവി തിരിച്ചു വെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം ഒരു കാലത്തും ഇല്ലാതാവില്ല. അതെന്നും ഒരു സങ്കടമായി തന്നെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. കാരണം അത്ര വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം. ഏതു തരം അറിവിനെയും സ്വാംശീകരിക്കാൻ വേണ്ട ശേഷിയുള്ള ആളാണ്. ആ ആൾക്ക് എന്തുകൊണ്ടത് കഴിഞ്ഞില്ല എന്നാണ് ഞാൻ ആലോചിച്ചത്. അത് അദ്ദേഹം വളർത്തിയെടുത്ത പത്രാധിപരുടെ ചെയ്തികളുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അത്ഭുതകരമല്ല. കാരണം ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യർ സ്വാതന്ത്ര്യത്തിലേക്കൊന്ന് കുതറി വരാനായിട്ട് നടത്തുന്ന ജീവൻ മരണ സമരങ്ങളുടെ ആ കാലത്ത് അവരുടെ ഈ യജ്ഞങ്ങളെ അങ്ങേ അറ്റം തകർത്ത് കളയുന്ന തരത്തിൽ മൗലവി തുടങ്ങിവെച്ച സ്വന്തം പത്രത്തിൻ്റെ പേജുകളിലൂടെ ഒരു കാലത്തും മാപ്പർഹിക്കാത്ത തരത്തിലുള്ള കുറ്റകൃത്യമെന്ന് പറയാവുന്ന എഴുത്തുകളിലൂടെ കാലത്തോട് പ്രതികരിച്ച ആ പത്രാധിപരെ നമ്മുടെ മൗലവിക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക എന്നെനിക്കറിയില്ല. അദ്ദേഹം ഒരു മാതൃകാ മുസ്ലിം ആയിരുന്നെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നിങ്ങൾക്കറിയാം, സ്വദേശാഭിമാനിയെ നാട് കടത്തുന്നത് 910 910 സെപ്റ്റംബർ 26 910 മാർച്ച് 2, 5, 7 തീയതികളിൽ ആ പത്രത്തിൻ്റെ എഡിറ്റോറിയലുകളായി പുറത്തു വന്ന രചനകൾ
രചനകളോട് മൗലവി എന്ത് സമീപനം എടുത്തു എന്നെനിക്കറിയില്ല. എന്തെടുത്താലും അതിൻ്റെ പേരിൽ ആ പത്രം നിർത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. വീണ്ടും 6 മാസം കഴിഞ്ഞിട്ടാണ് സ്വദേശാമാനിയം നാടുകടത്തുന്നത്. ഈ 3 എഡിറ്റോറിയൽ മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. ഞാനത് പത്രങ്ങളിലൂടെ നേരത്തെ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു അപ്പാർത്തൈഡുകാരൻ അല്ലെങ്കിൽ ഒരു വംശമേന്മാവാദി അല്ലെങ്കിൽ വംശമേന്മാവാദം പ്രചരിപ്പിക്കുന്ന കുറ്റവാളി എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കേണ്ട ഒരു പത്രാധിപർക്ക് ഒരു തടയിടാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന അച്ചടി അക്ഷരങ്ങളിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹം അറിയാഞ്ഞിട്ടല്ലല്ലോ അത്. ആ സമയത്ത് തിരുവിതാംകൂറിലെ പുലയർ പറയർ ആദിയായ അടിമജനങ്ങളെ സവർണർ അക്ഷാഭ്യാസം നേടുന്നതിനെ വിലക്കിക്കൊണ്ട് ആക്രമിച്ച് അവരുടെ ജീവിത ഉപാധികളെ തകർത്തുകൊണ്ട് അതിനൊരു അടിമ ക്യാമ്പാക്കി നിലനിർത്തുന്ന കാലമാണത്. സർക്കാർ അനുവാദം കൊടുത്ത് വിദ്യാഭ്യസിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടും വിദ്യാഭ്യസിക്കാൻ സ്കൂളിലേക്ക് ചെല്ലുന്നവരെ അടിച്ചോടിക്കുന്ന അക്കാലത്ത് അത് മൗലവിയുടെ തൊട്ട് മുന്നിലാണ്. അദ്ദേഹം കാണാത്തതല്ല അത്. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാന നഗരിയോട് ചേർന്ന് തന്നെയാണ് അത്. അതിനോട് അദ്ദേഹം എങ്ങനെ പെരുമാറി? ഈ നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് സ്തുതിപാഠകർ പറഞ്ഞ് നമ്മളെ ഒരു പക്ഷേ ശരിയായിരിക്കാം. നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യം തന്നെ ഈ പത്രാധിപർക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സാങ്കേതികമായി പത്രാധിപർ മാത്രമല്ല, പത്ര ഉടമ കൂടിയാണ് ആ സമയത്ത് പിള്ള. കാരണം ഒരു പ്രത്യേക കരാറിൽ അത് പബ്ലിഷർ എന്ന സ്ഥാനം കൂടി പിള്ളയ്ക്ക് വകവെച്ച് കൊടുക്കുന്നുണ്ട്. എങ്കിലും നമ്മളറിയുന്ന പത്രമുടമ എന്ന പേരിലുള്ള ആൾ പ്രസിൻ്റെ ഉടമ മാത്രമാണ് സാങ്കേതികമായി. എങ്കിലും ആ സ്വത്തിൻ്റെ അധിപനും ആ പത്രം തുടങ്ങിയ ആളുമായതുകൊണ്ട് മൗലവിയെ നമുക്ക് പത്രമുടമ തന്നെ എന്ന് വിളിക്കാം. ഒരു ജനതയെ അവരുടെ ശത്രു വിഭാഗങ്ങളുടെ മുന്നിലേക്ക് കയ്യേറാനായിട്ട് പറഞ്ഞുവിടാൻ വേണ്ട താത്വിക പാഠങ്ങൾ ഈ പത്രത്തിൻ്റെ പങ്ക്തികളിലൂടെ പുറത്തുവിടുന്ന ഒരു പത്രാധിപരെ ഒരു വിരൽ ചൂണ്ടി പോലും തടയാൻ നമ്മുടെ ഈ പണ്ഡിതന് കഴിഞ്ഞില്ല. ഇതെൻ്റെ ആരോപണമല്ല, വസ്തുതകളാണ്. ആ കാലത്തെ അച്ചടിച്ച് വന്ന അല്ലെങ്കിൽ ആർക്കൈവ്സ് പോലുള്ള സ്ഥലങ്ങളിൽ ശേഖരിച്ച് വച്ചിട്ടുള്ള രേഖകൾ വെച്ച് നോക്കിയാൽ ഇത് വസ്തുതയാണ്. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം ഒരു ഇഷ്ടക്കേട് പറയുന്നതല്ല. അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒരാൾ തെറ്റ് ചെയ്തില്ല എന്നതുകൊണ്ട് അയാളെ നല്ല ഒരു മനുഷ്യനായിട്ട് വിലയിരുത്താൻ കഴിയണമെന്നില്ല. തെറ്റിനെ തടുക്കാൻ വേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഒരു ചൂണ്ടുവിരൽ കൊണ്ടുപോലും അതിനെ തടുത്തില്ലെങ്കിൽ അയാൾ കുറ്റവാളി തന്നെയല്ലേ? അതൊരു ജനവിഭാഗത്തെ മൊത്തം മുച്ചൂടും മുടിക്കുന്ന തകർക്കുന്ന ആക്രമണങ്ങൾക്ക് ഹേതുവായ രചനകൾ സ്വന്തം തൻ്റെ തന്നെ പത്രത്തിലൂടെ പുറത്തു വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മൗലവിക്ക് എങ്ങനെയാണ് മാറി നിൽക്കാൻ കഴിയുന്നത്? ഇത് ഒരു പിൽക്കാല അന്വേഷകൻ എന്ന നിലയ്ക്കുള്ള എൻ്റെ തോന്നലുകളാണ്, എൻ്റെ സങ്കടങ്ങളാണ്. പക്ഷെ ഇങ്ങനെയല്ല. അദ്ദേഹം പിന്നീട് ഈ പത്രാധിപരെ നാടുകടത്തിയ ശേഷം അദ്ദേഹം കണ്ണൂർ താമസിക്കുമ്പോൾ ക്ഷയരോഗബാധിതനായി അവശനായി കഴിയുമ്പോൾ ഇവിടെയും ഒരു മാതൃകാ മുസ്ലിം ആരാണ് എന്ന ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ അനുയായികൾ, ആരാധകർ നമ്മളെ പറഞ്ഞു ഫലിപ്പിച്ചിരിക്കുന്നത് മാതൃകാപരമായ ഒരു പത്രോടമ പത്രാധിപ ബന്ധമാണെന്നാണ്. പത്രാധിപരുടെ ഒരു സ്വാതന്ത്ര്യത്തിലും അദ്ദേഹം ഇടപെട്ടിട്ടില്ല എന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു ഫലിപ്പിച്ചിരിക്കുന്ന ഈ പത്രമുടമ, ഈ പത്രാധിപർ നാട് കടത്തപ്പെട്ട് ക്ഷയരോഗബാധിതനായി കണ്ണൂർ താമസിക്കുമ്പോൾ ഈ നാടുകടത്തി കണ്ടുകെട്ടിയ പ്രസ്, പത്രാധിപരെ നാടുകടത്തി പ്രസ് കണ്ടുകെട്ടി. അത് കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ സർക്കാരിന് അപേക്ഷ കൊടുക്കുന്നു ഒരു വക്കീൽ വഴി. ഞാനല്ല അതിന് ഉത്തരവാദി. ഇതിൽ അച്ചടിച്ച എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്രസ്താവനകൾക്ക്, പ്രസ്താവന എന്നാണ് ആ വാക്ക്, അതിന് പത്രാധിപരാണ് ഉത്തരവാദി. ഞാൻ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി തുടങ്ങിയ അത് എഡിറ്റോറിയൽ പോളിസി ആയിട്ടുള്ള ആ പത്രത്തിലെ എന്ത് വരുന്നതിൻ്റെ ഉത്തരവാദിത്വം പത്രാധിപർക്കാണ്. ഞാനല്ല കാരണക്കാരൻ. അതുകൊണ്ട് എനിക്ക് ഈ പ്രസ് തിരിച്ചു തരണം
എന്ന് ദിവാനും അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ രാജാവിനും കൊടുത്ത അപേക്ഷകളാണ് 2011 ആർക്കൈവ്സിൽ നിന്ന് കണ്ടെടുത്ത് മാതൃഭൂമിയിലൂടെ പുറത്തു കൊണ്ടുവന്നത്. ഇവിടെയാണ് മൗലവിയുടെ മറ്റൊരു മുഖം നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിനെ എനിക്ക് കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല. അദ്ദേഹം ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ടത് തിരിച്ച് ചോദിക്കരുത് എന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അവസാന കാലത്തോ അല്ലെങ്കിൽ ആ കാലത്തോ സാമ്പത്തികമായ കഷ്ടപ്പാടുകൾ വന്നപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ചെയ്തതിന് ഞാൻ വലിയൊരു കുറ്റമായിട്ട് കാണുന്നില്ല. പക്ഷെ അത് മൗലവി എന്ന മുസ്ലിമിൻ്റെ വ്യക്തിത്വത്തോട് ചേർത്ത് വെക്കുമ്പോൾ കുറ്റകരം തന്നെയാണ്. കാരണം അദ്ദേഹം നിയമിച്ച പത്രാധിപർ ആരോഗ്യപരമായ അവശനത അനുഭവിക്കുന്ന കാലത്ത്, നാടുകടത്തപ്പെട്ട് ജീവിക്കുന്നൊരു കാലത്ത് അത് ചെയ്യാമോ എന്നത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടിയിരുന്നത്. നമുക്ക് മുന്നിലുള്ളത് ഒരു അത്ര അന്തസ്സുള്ള ഒരു പെരുമാറ്റം ആയി തോന്നുന്നില്ല. അത് മറ്റൊരു കാര്യം. ഞാൻ മൗലവിയെക്കുറിച്ച് നെഗറ്റീവായി കരുതുന്ന വശങ്ങളിൽ ഒന്ന് മാത്രമാണത്. അതത്ര വലിയൊരു കാര്യമായിട്ട് ഞാൻ ആരുടെയും മുന്നിൽ അവതരിപ്പിക്കുന്നില്ല. ഒരു രേഖ കണ്ടെടുക്കാൻ കഴിഞ്ഞ് അതൊരു ഗവേഷകൻ്റെ ധർമ്മം എന്ന നിലയിൽ മാത്രമാണ് ഞാനത് പത്രങ്ങളിലൂടെ പുറത്തുവിട്ടത്. പക്ഷെ എൻ്റെ പ്രധാന ആരോപണം ഇതാണ്: ഈ അടിമ ക്യാമ്പിൽ അതിനെതിരായ ഒരു വിരലനക്കാൻ മറ്റു ഉന്നത സമുദായങ്ങളിൽ ജനിച്ച ആളുകൾ അക്കാലത്ത് കേരളത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. തിരുവിതാംകൂറിൽ തന്നെയുണ്ട്. ചങ്ങനാശ്ശേരി പരമേശ്വരനുള്ള പോലുള്ള ആളുകൾ, കൊച്ചിയിലുണ്ട് TK കൃഷ്ണമേനോനുണ്ട്, മലബാറിലുണ്ട് കേളപ്പജിയുണ്ട്. ഇങ്ങനെ അത് മറ്റ് ചില കാര്യങ്ങൾ അതിൻ്റെ അടിയിലുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇവരുടെ കൺവേർഷനെയും മതമാറ്റത്തെയും ഒക്കെ തടയാൻ വേണ്ടി ആയിരിക്കാം. എങ്കിൽ പോലും അവർ ഈ അടിമ ജനങ്ങളോടൊപ്പം നിന്നു. ആ അളവിലെങ്കിലും മൗലവി നിന്നതായി എൻ്റെ പരിമിതമായ അറിവിൽ, അന്വേഷണത്തിൽ കാണുന്നില്ല. അതൊരു കുറ്റമായല്ല ഞാൻ ആരോപിക്കുന്നത്. ഞാൻ കാണാത്തത് ഒന്നും ഉണ്ടായില്ല എന്ന് പറയാൻ വേണ്ട ധാർഷ്ട്യം എനിക്കില്ല. ഒരുപക്ഷെ ഞാൻ കാണാത്ത കാര്യങ്ങളിൽ അദ്ദേഹം ഈ കൂട്ടരോടൊപ്പം നിന്നിട്ടുണ്ടാവാം, എനിക്കറിയില്ല. എൻ്റെ മുന്നിൽ അതില്ല, ഞാൻ കണ്ടിട്ടില്ല. അതിനോട് ചേർന്ന് വരുന്നതാണ് ഏറ്റവും അടിത്തട്ടുള്ള ജനങ്ങളെ പോത്തിനോട് ഉപമിച്ചുകൊണ്ട് അവർക്ക് മറ്റുള്ള ആളുകളോടൊപ്പം വിദ്യ അഭ്യസിക്കാനുള്ള സർക്കാർ കൊടുത്ത അവകാശത്തെ ചോദ്യം ചെയ്യുന്ന പത്രാധിപരുടെ എഴുത്തുകൾ. ഇവരൊപ്പം വന്നിരിക്കേണ്ട ആളുകളല്ല. പോത്തും കുതിരയും എങ്ങനെ ഒപ്പം ഇരിക്കും? അവരുടെ ബുദ്ധിശക്തി 2 അല്ലേ എന്ന് ചോദിക്കുകയും, രണ്ടാമത്തെ പ്രസംഗത്തിൽ ഒരേ തീവ്രത ഇല്ലാത്ത പടക്കങ്ങൾക്ക്, ഒരേ ഇതില്ലാത്ത പടക്കങ്ങൾക്ക് ഒരേ തരത്തിലുള്ള ചാലിട്ടുകൊണ്ട് തീ കൊടുത്താൽ എങ്ങനെയിരിക്കും എന്ന മറ്റൊരു വികടനായം കൂടി അടുത്ത എഡിറ്റോറിയൽ ഈ പത്രാധിപൻ സ്വദേശാമാനിയിലൂടെ ഉന്നയിക്കുന്നില്ല. മൂന്നാമത്തെ ഇതിലാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ഉപമ. അതായത് ഈ നാട്ടിൽ നിങ്ങളിപ്പോൾ സർക്കാരിനോടാണ് പറയുന്നത്, നിങ്ങൾ വിദ്യ അഭ്യസിക്കാൻ അനുവാദം കൊടുത്ത, ഒരുമിച്ചിരുന്ന് പഠിക്കാൻ അനുവാദം കൊടുത്ത ഈ ആ വിഭാഗങ്ങൾ ഉന്നത ശ്രേണിയിലുള്ള വിഭാഗം ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും നികൃഷ്ടമായ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അവരെങ്ങനെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുമെന്നാണ് മൂന്നാമത്തെ എഡിറ്റോറിയൽ. അതായത് ഒരു അപ്പാർത്തൈഡ് മൈൻഡ് സെറ്റുള്ള ആൾക്ക് പറയാവുന്നതിൻ്റെ അങ്ങേയറ്റമാണ് ഈ പത്രാധിപൻ എഴുതി കൂട്ടുന്നത് ഈ മൗലവിയുടെ സ്വന്തം പത്രത്തിലൂടെ. ഇദ്ദേഹം ഈ സ്വദേശാഭിമാനിയിൽ മാത്രമല്ല, അതിനു മുൻപ് അദ്ദേഹം പത്രാധിപത്യം വഹിച്ചിരുന്ന ജേണലുകളിലും ഇതേ വംശമേന്മാവാദം എഡിറ്റോറിയലുകളായി എഴുന്നള്ളിച്ച ഒരു പത്രാധിപരാണ്. ഇത് കഴിഞ്ഞിട്ടോ നമ്മൾ ഈ കാണുന്ന 2014 ഈ പ്രസ് വീണ്ടും കിട്ടണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുന്നതിൻ്റെ തൊട്ടു പിന്നാലെ ഈ പത്രാധിപൻ കൊച്ചി നാട്ടുരാജ്യത്തെ അല്ലെങ്കിൽ മലയാള ഭാഷയിലെ ഏറ്റവും ബഹുമാന്യനായ കവിശ്രേഷ്ഠനായ പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ഒരു കൃതിക്ക് കൊച്ചി രാജ്യത്തിലെ രാജാവിൻ്റെ ഷഷ്ടിപൂർത്തിക്ക് നല്ല കൃതിയുടെ പ്രൈസ് കൊടുത്തപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് രൂക്ഷമായ ഭാഷയിൽ ഇതേ ഇൻറ്റൻസിറ്റിയിലുള്ള വംശമേന്മാവാദം പച്ചയായി എഴുതിയ ആളാണ്. അന്ന് അദ്ദേഹം പത്രാധിപനല്ല, നാടുകടത്തപ്പെട്ട ഒരു ബുദ്ധിജീവിയാണ്. ഇതാണ് ആദ്യ അവസാനം ഒരു വംശമേന്മാവാദിയായ ഒരു മനുഷ്യനാണ് നമ്മുടെ
ബഹുമാന്യനായ വക്കം മൗലവിയുടെ ആദർശ പുരുഷനായ പത്രാധിപർ. ഇത് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മൗലവി വലിയൊരു വ്യക്തിയാണ്, വലിയൊരു പണ്ഡിതനാണ്, സമുദായത്തിന് വേണ്ടി പല കാര്യങ്ങളും തൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്ത ആളാണ് എന്നതൊക്കെ നമ്മൾ ആദരത്തോടെ കാണുമ്പോൾ തന്നെ എന്നെപ്പോലുള്ള അടിത്തട്ട് സമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ വേവലാതിപ്പെടുന്ന ആളുകൾക്ക് സങ്കടത്തോടെ അല്ലാതെ ഈ രണ്ടാമത്തെ വശം ചിന്തിക്കാനാവില്ല എന്ന് പറയാനാണ് ഞാൻ ഇത്രയും നീണ്ട സമയം ഉപയോഗിച്ചത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, അദ്ദേഹത്തെ നമുക്ക് കേരളത്തിലെ ഏറ്റവും ധീരനായ പത്രാധിപരായി പരിചയമുണ്ട്. സി രാജഗോപാലാചാരിയുടെ ആ ഒരു കിരാത വാഴ്ചയുടെ കാലത്ത് അദ്ദേഹം സ്വദേശാഭിമാനി എന്ന പത്രം ധീരമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അക്കാലത്ത് സി രാജഗോപാലാചാരി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ധാരാളം വീടുകളിൽ സംബന്ധങ്ങളുണ്ടായിരുന്നു. അച്ചുവീടുകൾ എന്നാണ് അതിന് പേര് പറയുക. അപ്പം അത്തരം വീടുകളിലുള്ള ആളുകൾ അവർക്ക് അദ്ദേഹവുമായുള്ള ബന്ധത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നേടിയെടുക്കാൻ അക്കാലത്ത് കഴിഞ്ഞിരുന്നു. അപ്പം അതിനെ സംബന്ധിച്ച് ഒരിക്കൽ വാർത്ത ചെയ്ത സമയത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അദ്ദേഹം പത്രത്തിൽ നേർക്കുനേരെ വിമർശിക്കാൻ പ്രശ്നമുള്ളത് കൊണ്ട്, കാരണം അങ്ങനെ ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ അത് തലപോകുന്ന കാര്യമാണ്, അത്രയും പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കുമെന്നതുകൊണ്ട് അദ്ദേഹം രാജഗോപാലാചാരിയുടെ പേര് പരാമർശിക്കുന്ന ഇടങ്ങളിലൊക്കെ ജാരഗോപാലാചാരി എന്നിങ്ങനെ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ അതൊരു വലിയ വിവാദമായി. കാരണം വലിയ പരിഹാസമാണല്ലോ. അതിലൂടെ ആളുകൾക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാവുകയും ചെയ്തു, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് കാര്യമെന്ന്. അപ്പം അത് സംബന്ധിയായി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ചോദ്യം ചെയ്യുകയും അത് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് ചെന്നു ചേരുകയും ചെയ്യുമെന്നൊരു ഘട്ടം വന്നപ്പോൾ അടുത്ത ദിവസം അദ്ദേഹം പത്രത്തിൽ തിരുത്ത് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ദിവസം രാജഗോപാലാചാരി എന്ന് എഴുതുന്നതിന് പകരം ജാരഗോപാലാചാരി എന്ന് എഴുതിയിട്ടുണ്ട്, അതൊരു അച്ചിപ്പിഴവാണ് എന്നാണ് പിന്നീട് അദ്ദേഹം അത് തിരുത്ത് പ്രസിദ്ധീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ പോലും കോംപ്രമൈസ് ചെയ്യാതെ അച്ചടിപ്പിശക് എന്നതിന് പകരം അച്ചിപ്പിഴവാണ് എന്ന് എഴുതി അങ്ങനെ വീണ്ടും ആ ഉന്നയിച്ച വിമർശനത്തെ മൂർച്ച കൂട്ടിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ തിരുത്ത് പ്രസിദ്ധീകരിക്കുന്ന അത്രയും ധീരനായ ഒരു പത്രാധിപരെ നമ്മൾ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ധീരമായ കൃത്യങ്ങളെ റദ്ദ് ചെയ്യും വിധത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സവർണ സേവകൾ, ആ സേവയുടെ ഉദാഹരണമാണ് ഇവിടെ ചെറായി രാമദാസ് സാർ ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. അപ്പം എൻ്റെ ഒരു സംശയം, ഒരു ചോദ്യം ജാഫർ അലി സാറിനോട് ഉന്നയിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ സവർണ സേവ നടത്തിയ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ധീരമായ പത്രാധിപരുടെ പ്രവർത്തനത്തെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് അക്കാര്യത്തെ ചോദ്യം ചെയ്യപ്പെടാതിരുന്നത്, അല്ലെങ്കിൽ അക്കാര്യം മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു ചരിത്ര രചന മുഖ്യധാരയിൽ ഇടം പിടിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ആ സവർണ സേവയെ ഒരു ഘട്ടത്തിലും അങ്ങനെ മുഖ്യധാര വിശകലനം ചെയ്യാതെ വിമർശനത്തിന് വിധേയമാക്കാതെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നതാണ്. ബഹുമാനായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, തീർച്ചയായിട്ടും ആദ്യമേ ഈ ഒരു വേദിക്ക് നന്ദി പറയുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരമൊരു വേദിയിൽ ഏകപക്ഷീയമായ ഒരു ചർച്ചയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ വേദിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതിയായിട്ട് നാം കാണുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു മറുവശം കൂടെ നമ്മുടെ മൂന്നാമത്തെ അതിഥി ഉണ്ടായിരുന്നെങ്കിൽ കേൾക്കാമായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് വക്കം മൗലവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ, എഴുത്തുകളിലൊക്കെ നമുക്ക് വക്കം മൗലവി ഫൗണ്ടേഷൻ്റെ ഒക്കെ റിസർച്ച് മേഖലയിലുള്ള ആളുകളുടെ ഒരു എതിർ ശബ്ദം കേൾക്കാൻ സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ചെറായി സാറും ഞാനും ഒരേ ശബ്ദത്തിൽ സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഈ വേദിയുടെ ഒരു പരിമിതിയാണ് എന്നുള്ളതാണ്. സാർ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനമായിട്ട് നമ്മളൊക്കെ വായിക്കുന്നു മുസ്ലിം നവോത്ഥാനത്തിൻ്റെ അപ്പോസ്തലൻ എന്നുള്ള രീതിയിൽ
വക്ക മൗലവി എന്ന് പറയുന്ന മഹാമനുഷ്യനെ നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്, അദ്ദേഹത്തെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു നവോത്ഥാന ചിന്തകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ 2015 കാലഘട്ടം വരേക്കൊക്കെ വളരെ സജീവമായിട്ട് ശക്തമായിട്ടൊക്കെ ചർച്ച ചെയ്യുകയും കേരള നവോത്ഥാനത്തിൻ്റെ പിതൃത്വം അദ്ദേഹത്തിലേക്ക് നൽകപ്പെടുകയും ചാർത്തപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ കൊണ്ടാടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വദേശാഭിമാനി പോലുള്ള ഒരു പത്രത്തിൻ്റെ താളുകളിലൂടെ വന്നിട്ടുള്ള ചില മനുഷ്യവിരുദ്ധ പരാമർശങ്ങളും ജാതി വർഗ ചിന്തകളുടെ ആചാരാനുഷ്ഠാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില എഴുത്തുകളൊക്കെ നമുക്ക് കണ്ടെത്താനും അതിലൂടെ സ്വദേശാഭിമാനി വക്കം മൗലവിയെ പോലെ വിമർശിക്കപ്പെടേണ്ട ആളുകൾ അല്ലെങ്കിൽ വിമർശിക്കപ്പെടേണ്ടതുണ്ട് എന്ന ചിന്തകളിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. സാർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, കിയാളൻ്റെ അവകാശങ്ങളെ വെച്ചു കൊടുക്കാൻ ഒരു തരത്തിലും അനുവദിക്കാതിരുന്ന ഒരു വർഗബോധത്തിൽ നിന്നാണ് അന്നത്തെ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാഭിമാൻ കൂടിയായിട്ടുള്ള താമസങ്ങളുള്ള നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള എഴുത്തുകളിലേക്ക് പോകുന്നത്. അദ്ദേഹം അഞ്ചുതെങ്ങിൽ തുടങ്ങിയ ഒരു പത്രത്തെ പിന്നീട് അദ്ദേഹത്തിൻ്റെ സൗകര്യപ്രദം അത് തിരുവനന്തപുരത്തേക്ക് മാറ്റപ്പെടുക എന്ന് പറയുന്നൊരു രീതിയിലേക്ക് സൗകര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞ എഡിറ്റോറിയലുകൾ ഒന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലെ വാക്കുകൾ തന്നെ വളരെ ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു സാർ അതിന് വളരെ ലളിതവൽക്കരിച്ചിട്ടാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. ഏറ്റവും സൗമ്യമായ രീതിയിലാണ് ഇവിടെ അത് പറഞ്ഞിട്ടുള്ളത്. ആ വാക്കുകൾ നമ്മളൊന്ന് വായിച്ചു നോക്കേണ്ടതുണ്ട്. 1910 മാർച്ച് 2 മഹാരാജാവ് ശ്രീമൂലം തിരുനാളുടെ ആശീർവാദത്തോടുകൂടെ ദിവാൻ സർ രാജഗോപാലാചാരി ഇറക്കിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഹേതുവായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അത് എങ്ങനെയാണ്? ഈയവർ ഹരിജൻ മുതലായ തീണ്ടൽ ജാതിക്കാർക്ക് സ്കൂൾ പ്രവേശനം അനുവദിക്കപ്പെടുന്ന ഒരു ഉത്തരവാണ് സത്യത്തിൽ ഈ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഉത്തരവിനെതിരെ നേരത്തെ പറഞ്ഞ 3 ഘട്ടങ്ങളിലായിട്ട് അതിശക്തമായിട്ടുള്ള ഒരു ഉന്നത കുലജാത ജാതി ബോധം തീണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അത് ഞാനൊന്ന് വായിച്ചതിന് ശേഷം ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ട് തിരുത്തപ്പെടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. ആചാരകാര്യത്തിൽ സർവജനീയനായ സമത്വം അനുഭവപ്പെടുമെന്ന് വാദിക്കുന്നവർ ആ സംഗതിയെ ആധാരമാക്കിക്കൊണ്ട് പാഠശാലകളിൽ കുട്ടികളെ അവരുടെ വർഗയോഗ്യതകളെ വകതിരിക്കാതെ നിർഭേദം ഒരുമിച്ചിരുത്തി പഠിപ്പിക്കണമെന്ന് ശഠിക്കുന്നതിനെ അനുകൂലിക്കുവാൻ ഞങ്ങൾ യുക്തി കാണുന്നില്ല. അതായത് കിയാള ജാതിക്കാരനെ സ്കൂളിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന നിലപാടിന് എന്ത് യുക്തിയുണ്ട് എന്നാണ് അതിലൂടെ അദ്ദേഹം ചോദിക്കുന്നത്. എന്നിട്ട് പിന്നീട് അദ്ദേഹം പറയുകയാണ്, എത്രയോ തലമുറകളായി ഒന്ന് സത്യത്തിൽ കേൾക്കണേ, വക്ക മൗലവി എന്ന് പറയുന്ന നവോത്ഥാന ചിന്തകൻ്റെ അദ്ദേഹത്തിന് കിട്ടിയ പൈതൃക സമ്പത്തുമായി അദ്ദേഹം ഉണ്ടാക്കിയ പത്രത്തിൽ വന്നിട്ടുള്ള എഡിറ്റോറിയലിലുള്ള ഒരു വാചനമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും വിദ്യാഭ്യാസം, സർവ്വലൗകിക വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് വാദിച്ച ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടും ആ നിലപാടിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എത്രയോ തലമുറകളായി ബുദ്ധി കൃഷി ചെയ്തിട്ടുള്ള, ആ ടേം ഞങ്ങൾ ഒന്നൊരിക്കണം, ബുദ്ധി കൃഷി ചെയ്തിട്ടുള്ള, എത്രയോ തലമുറകളായി ബുദ്ധി കൃഷി ചെയ്തിട്ടുള്ള ജാതിക്കാരെയും എത്രയോ തലമുറകളായി നിലം കൃഷി ചെയ്ത് വന്നിരിക്കുന്ന ജാതിക്കാരെയും, ആ രണ്ട് ടേം വളരെ ഭംഗിയുള്ള വാക്കാണ്. ആ വാക്ക് ഞാൻ വായിച്ച സമയത്ത് സത്യത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ ഒരു ഭംഗി നമുക്കവിടെ കാണാൻ പറ്റും അല്ലേ. ബുദ്ധി കൃഷി ചെയ്തവരും നിലം കൃഷി ചെയ്തവരും, ആ രണ്ട് ഉച്ചനീചത്വത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രണ്ട് ടേമുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, നിലം കൃഷി ചെയ്ത് വന്നിരിക്കുന്ന ജാതിക്കാരെയും ബുദ്ധികൃഷി കാര്യത്തിനായി, ഓക്കെ, ബുദ്ധികൃഷി ചെയ്യുന്നവരെയും നിലം കൃഷി ചെയ്യുന്ന ആളുകളെയും ബുദ്ധികൃഷി കാര്യം, കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ ബുദ്ധികൃഷി കാര്യത്തിനായി ഒന്നായി ചേർക്കുന്നത് കുതിരയെയും പോത്തിനെയും ഒരു നുകത്തിന് കീഴിൽ കെട്ടുകയാണ്. അതാണ് മാഷ് നേരത്തെ ഇവിടെ പറഞ്ഞത്. ഞാനതാ പറഞ്ഞത്, ആ വിമർശനങ്ങളൊക്കെ വളരെ ലളിതമായി. ഒരു പക്ഷേ അദ്ദേഹം വക്ക മുഹമ്മദ്
വക്കം മൗലവിയെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞ ഒരു പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളൊന്നും ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല. മുസ്ലിം സമുദായത്തിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള നിലപാടുകളിൽ അനിശ്ചിതമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ചോദ്യം ചെയ്യാനല്ല നമ്മൾ പറയുന്നത്. പക്ഷെ എല്ലാം ഇങ്ങനെ ഒരു കെട്ടിഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, വക്കം മൗലവി എന്ന് പറയുന്ന നവോത്ഥാന നായകൻ്റെ കെട്ടിഘോഷിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ, നവോത്ഥാനം തുടങ്ങുന്നത് ആ കാലഘട്ടത്തിലാണ് എന്ന് വാദിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്. ഇങ്ങനെയൊക്കെ ശക്തമായ ജാതീയത വിളമ്പിയ, തൻ്റെ സ്വത്ത് വിറ്റുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഈ അച്ചടി കൂട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ ഇത്ര ദൗർഭാഗ്യകരമായിട്ടുള്ള ചിന്തകൾ ഉയർത്തി വരുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വിയോജിപ്പ് എന്ന് പറയുന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ പിന്നീട് അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നു. 1910 ഈ പത്രം നിർത്തിയതിന് ശേഷമാണ് ദീപിക 1918 അൽ ഇസ്ലാം അദ്ദേഹം തുടങ്ങുന്നത്. അപ്പം അതിനുശേഷമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദീപിക അദ്ദേഹത്തിലേക്ക് വരുന്നത്. പിന്നെ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളുടെ വായനയൊക്കെ നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ പിന്നീട് വന്നിട്ടുള്ള പല ആർട്ടിക്കിളുകൾ എടുത്തിട്ടാണ് അവർ ഇതിനെ കൗണ്ടർ ചെയ്യുന്നത്. വക്കം മൗലവി കൊടുത്ത പത്രത്തിൽ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാസികയിൽ ഇങ്ങനെ വന്നിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട്. നമ്മുടെ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചിന്ത ഉൾക്കൊള്ളുന്ന ഒരാളെ തിരുത്താൻ, ആ തിരുത്തലുകൾക്ക് വേണ്ടി വക്കം മൗലവി എന്ന് പറയുന്ന നവോത്ഥാന നായകൻ്റെ ഈ ഇടപെടൽ എവിടെ ഉണ്ടായി എന്നുള്ള ചോദ്യമാണ് നമുക്കുള്ളത്. അതിലദ്ദേഹം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞതിനെ വലിയ ഉന്നമനമായിട്ട് കണ്ടുകൊണ്ട് ബാലൻസ് ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടതാണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇംഗ്ലീഷ് പഠിക്കുന്നതിന് നരകത്തിൻ്റെ ഭാഷയാണെന്ന് വിമർശിച്ചതിനെ തുലനം ചെയ്തിട്ടല്ല ഈ ഒരു സംഗതിയെ നമ്മൾ സാധൂകരിക്കപ്പെടേണ്ടത്. ഇവിടെയാണ് നമ്മളുടെ വിയോജിപ്പുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കാം, പണ്ഡിറ്റ് കുറുപ്പൻ്റെ ബാലകേശം എന്ന് പറയുന്ന നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചർച്ച വന്നിട്ടുണ്ടല്ലോ. ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ബാലകേശം എന്ന് പറയുന്ന നാടകത്തിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഈ മഹാനായ പത്രാധിപൻ ചെയ്ത പണി എന്താ? അദ്ദേഹം ചെയ്ത പണി കുറുപ്പൻ്റെ ജാതി തൊഴിലിനെ വിമർശിക്കുക ചെയ്തത്. എടുക്കുന്ന പണിയെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ ജാതി തൊഴിലിനെ വിമർശിച്ചുകൊണ്ടാണ് കുറുപ്പൻ്റെ ആശയങ്ങൾ, പണ്ഡിറ്റ് കുറുപ്പിൻ്റെ ആശയങ്ങൾ അദ്ദേഹം കൗണ്ടർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇത്രയൊക്കെ ജാതി വെറി ഒരു വ്യക്തിയിൽ നിന്ന് തൻ്റെ പത്രങ്ങളിലൂടെ വരുമ്പോൾ, ഞാനിതൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഞാനാണ് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുന്ന ആ നിലപാട് കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ഇത്തരം എഴുത്തുകളിലേക്ക് പോകേണ്ടി വരുന്നത്. ഇത് തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് കരുതിയിട്ട് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻ നിരാകരിക്കുന്നു എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. പകരം അദ്ദേഹത്തിനും പിഴവ് സംഭവിച്ചിട്ടുണ്ട്. വക്കം മൗലവിക്ക് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ജാതീയതയുടെ പേരിൽ തൻ്റെ പത്രത്താളുകളിലൂടെ വന്നിട്ടുള്ള ഇത്ര സമീപനങ്ങളെ 3 എഡിഷനുകളിലാണ്, അതാണ് ഏറ്റവും പ്രധാനം. ഒന്നിൽ തന്നെ നിർത്തിയിരുന്നെങ്കിൽ ഓക്കെ, 3 ഘട്ടമായിട്ട് ഇതിൻ്റെ ശക്തമായ വാദങ്ങളിലേക്ക് ഒരു മനുഷ്യനിങ്ങനെ കയറിപ്പോകുന്ന അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വക്കം മൗലവി വിമർശിക്കാൻ, അല്ലെങ്കിൽ വക്കം മൗലവിയെ ഈ രീതിയിൽ കൂടെ വായിക്കപ്പെടേണ്ടതുണ്ട്. അത് നിങ്ങളുടെ തന്നെ ക്യാമ്പസ് ഉമേർ ബുഖാരി ഇതിൻ്റെ മറ്റൊരു തലത്തിൽ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അദ്ദേഹത്തിൻ്റെ നവോത്ഥാന ചിന്തകൾ എന്ന് പറയുന്ന ഭാഗത്ത് ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും അതിനെയും കൗണ്ടർ ചെയ്തത് തന്നെ നമ്മൾ ഈ വേദിയിൽ കിട്ടേണ്ട വ്യക്തി തന്നെയായിരുന്നു. അന്ന് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റു പത്രങ്ങളിൽ വന്നിട്ടുള്ള മറ്റേതോ എഴുത്തുകാർ എഴുതിയിട്ടുള്ള കവിതകളെ ഉദ്ധരിച്ചു കൊണ്ടൊക്കെയാണ് അതിനെ കൗണ്ടർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഉദ്ധരണി എടുത്തിട്ട് വക്കം മൗലവിക്ക് ഈ നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വക്കം മൗലവി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വദേശാഭിമാനിയിൽ വന്നിട്ടുള്ള ഈ ജാതീയതയെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം ചിന്തകൾക്കെതിരെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ആൻസർ പറയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പറയാത്തത് അദ്ദേഹത്തിൻ്റെ പരിമിതിയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടാവില്ലേ? നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ പത്രം പിന്നീട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത നിലപാട് പോലെ ഒരു തിരുത്തെഴുതാമായിരുന്നല്ലോ അദ്ദേഹത്തിന്, അല്ലേ? ഇതൊരു ബഹുഭൂരിപക്ഷം വരുന്ന കിയാളൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യപ്പെടുന്ന വാക്കുകളാണ്, ഇത് തെറ്റുപറ്റിയതാണ് എന്ന് അദ്ദേഹത്തിന് ഒരു കുറിപ്പ് കൊടുക്കുമ്പോൾ അത് പത്രത്തിൽ ഞാൻ പബ്ലിഷ് ചെയ്യില്ലാന്ന് ഒരിക്കലും പത്രാധിപൻ പറയില്ലല്ലോ, അല്ലേ? അല്ലെങ്കിൽ അന്ന് അദ്ദേഹം തീരുമാനിക്കാമായിരുന്നു ഇത് ഇവിടത്തോടുകൂടെ നിർത്താം. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആളിൽ നിന്ന് ഈ പത്രാധിപനക്ക് വന്ന് ഇതിന് ശേഷം മറ്റൊരു പത്രാധിപൻ വന്നാലും ആ പത്രം ഓടുമായിരുന്നു, ആ പത്രത്തിന് പോകാനുള്ള വഴികളും ഉണ്ടാകുമായിരുന്നു. അത് ചെയ്യാത്തിടത്തോളം കാലം എന്നെ കേൾക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന
എല്ലാവരുടെയും ശ്രദ്ധയിൽ നവോത്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ തീർച്ചയായിട്ടും രാജ്യം അംഗീകരിച്ച കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇടപെട്ട ഒരാൾ തന്നെയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ആകെ അദ്ദേഹം തന്നെ ഉള്ളൂ. അതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ഇൻറ്റേർണലി നമ്മളൊന്ന് അസസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ ചർച്ചകളിൽ, പ്രവർത്തനങ്ങളിലൊക്കെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായൊരു നിലപാടിലേക്ക് വന്നില്ല എന്നുള്ളത്. മറ്റേ സാമുദായികപരമാണ്. സാമുദായികപരം വളരെ ഈസിയാണ്. അതൊരു പൊതുവായിട്ടുള്ള ഇടപെടൽ മാത്രമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അല്ലാണ്ട് സാമുദായിക വിമർശനാത്മകമായിട്ടുള്ള സമീപനത്തിലേക്ക് വ്യക്തമായിട്ട് പോയിട്ടൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൊണ്ടുവരിക, മലയാളത്തിൽ ആദ്യമായിട്ട് പത്രം കൊണ്ടുവരിക, അല്ലെങ്കിൽ അത്തരം പിന്നീട് അറബ് മലയാളത്തിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വരിക എന്ന് പറയുന്ന സാധനം. ഇതിപ്പോൾ അൽബയാൻ പോലുള്ള പത്രങ്ങളതിന് നമ്മൾ കൂട്ടി വായിക്കപ്പെടേണ്ടതില്ലേ? അപ്പോൾ ആ രീതിയിൽ ഇടപെടാത്തതാണ് തത്വത്തിൽ വിമർശനത്തിന് ആരും വിധേയപ്പെടുന്നത്. മൗലവി സാധ്യത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾക്ക് ഈ ഒരു വിമർശനങ്ങളൊന്നും ഒരു കോട്ടം സംഭവിക്കില്ല. ഞാനത് പറയുന്നുണ്ട്. മാഷ് പറഞ്ഞ അതേ തന്നെയാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ഈ ഒരു കോണ്ടക്സ്റ്റിൽ നമുക്ക് വായിക്കാമെന്നുള്ളതാണ്. നമ്മളുടെ പർപ്പസ് ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ തന്നെ പത്രത്തിൽ വന്നിട്ടുള്ള ചില ഏരിയകൾ എടുത്തുകൊണ്ട് നമ്മൾ റിസർച്ച് ഡെവലപ്പ് ചെയ്തു. ആ റിസർച്ചിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് ഇത് അത് വിമർശനാത്മകമായിട്ട് തന്നെ സമീപിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ തിരുത്തലുകൾ ഇല്ലാത്തടത്തോളം കാലം ഈ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കണം. ഇനി പുതിയ ഒരു രേഖ കിട്ടട്ടെ. ആ രേഖ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ മാറ്റപ്പെടും. ഓക്കെ. ഹലോ, സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് 2 വാചകത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നേരത്തെ സാറ് പറഞ്ഞത് ഇതിനോട് ചേർത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വലിയ പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ കൂടിയാണ് ഞാൻ. അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സാർ നേരത്തെ പറഞ്ഞത്. സ്വദേശാഭിമാനി എന്നത് വളരെ ധീരനായ ഒരു പത്രാധിപരായിരുന്നു. അന്നത്തെ ദിവാൻ രാജഗോപാലാചാര്യയുടെ അന്യായ മറ്റു തരം കാര്യങ്ങളെ സരസമായും ഒക്കെ തുറന്നു കാണിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഈ സ്വദേശാഭിമാനിയുടെ ഈ ഇത്തരം ദിവാനെതിരായി ഉണ്ടായ ആ വാദങ്ങളെ പുതിയ കാലത്ത് നമ്മൾ വിലയിരുത്തുന്നത് ഒരു വാക്കുകൊണ്ടാണ്. മഞ്ഞപ്പത്രം എന്നൊരു വാക്കുണ്ട്, മഞ്ഞപ്പത്ര പ്രവർത്തനം. അത് എൻ്റെ അർത്ഥം കുറച്ച് മിക്കവാറും ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ഈ മഞ്ഞപ്പത്ര പ്രവർത്തനം. അതായത് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ചില മനുഷ്യ വ്യാപാരങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട്, സെക്സോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പത്രങ്ങളിൽ റേറ്റിംഗ് കൂട്ടുന്ന ഒരു പ്രവർത്തനത്തിനാണ് മഞ്ഞപ്പത്ര പ്രവർത്തനം എന്ന് കുറച്ച് മുമ്പ് വരെ ആ വാക്കുണ്ടായിരുന്നു. ഇപ്പം ഉണ്ടെന്നറിയില്ല. യഥാർത്ഥത്തിൽ അതാണ്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല. അക്കാലത്തെ സ്വദേശാഭിമാനിയുടെ എഡിറ്റോറിയലുകളും അക്കാലത്തെ മറ്റ് പത്രങ്ങളുടെ നടപടികളും തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ മേലധികാരിയായിരുന്ന ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള മദ്രാസ് പ്രസിഡൻസിയുടെ ഭരണ സംവിധാനത്തിൻ്റെ വിശദാംശങ്ങളും അറിയാത്തവരും അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കാത്തവരുമായ വായനക്കാരുടെയും പുതിയ കാലത്തെ വായനക്കാരുടെ മുന്നിൽ മാത്രം വിലപ്പോകുന്ന കാര്യങ്ങളാണിത്. സ്വദേശാഭിമാനിയുടെ ഈ തരത്തിലുള്ള വിമർശനങ്ങൾ കൊണ്ട് ദിവാൻ വല്ലാതെ ഭയപ്പെട്ടു, ഓടേണ്ടി വന്നു എന്നുള്ള നിലക്കുള്ള അതിൻ്റെ ഒരു ചെറിയ സൂചനയാണ് ഈ പറഞ്ഞതിലുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അത് ഇതിനേക്കാൾ മാന്യമായി രാഷ്ട്രമീമാംസ കൈകാര്യം ചെയ്ത പത്രങ്ങൾ അതേ സമയത്തുണ്ട്. ഇതേപോലെ പ്രവർത്തന ശൈലി അല്ലെന്ന് മാത്രമല്ല ഞാൻ വളരെ ചുരുക്കുന്നു. ഈ പറഞ്ഞ ദിവാൻ, ഏറ്റവും മോശമായി സ്വദേശാഭിമാനി ചിത്രീകരിച്ച ഈ ദിവാൻ 1914 റിട്ടയർ ചെയ്ത് നാട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ഷൊർണൂർ വരെ, തിരുവിതാംകൂറിൻ്റെ അറ്റം തിരുവനന്തപുരം മുതൽ കൊച്ചിയുടെ അതിർത്തിയായ ഷൊർണൂർ വരെ താലമേന്തി നിന്നാണ് അടിത്തട്ടിലുള്ള ജനങ്ങൾ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. അതിങ്ങനൊരു ഒരു ഒരു കൊള്ളരുതാത്ത ദിവാനായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു മറുപടിയാണത്. എനിക്ക് എൻ്റെ പുസ്തകത്തിൽ ഒട്ടേറെ വിശദീകരണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സമയക്കുറവുകൊണ്ട് ഞാനതിലേക്ക് തുനിയുന്നില്ല. ഒരു വിയോജനം ഉണ്ട് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നവോത്ഥാനത്തിൻ്റെ പ്രാതിനിധ്യ പ്രതിസന്ധികൾ എന്ന ടൈറ്റിലാണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും നവോത്ഥാനത്തിൻ്റെ ഒരു ഏകമുഖമായിട്ടല്ല വക്കം മൗലവിയെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഇവിടെയുള്ള പാനലിസ്റ്റുകൾക്ക് ഒരുപക്ഷെ വിയോജിപ്പുണ്ടാകാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അൽ ഇസ്ലാം, അദ്ദേഹം അത് അറബി മലയാളത്തിലേക്ക് മാറുന്നത് പോലും അക്കാലത്തെ മുസ്ലിം സ്ത്രീകൾ വിശേഷിച്ചും അറബി മലയാളത്തിലാണ് സാക്ഷരർ, അത് അവർക്ക് കൂടി വായിക്കാൻ സൗകര്യപ്രദമാകട്ടെ എന്ന രീതിയിലാണ് ആശയപ്രചരണം അദ്ദേഹം ഒരു പ്രത്യേക പ്രസിദ്ധീകരണം ആരംഭിച്ച് അറബി മലയാളത്തിൽ തന്നെ അത് തുടങ്ങുന്നത്. അവിടെ തന്നെ നമുക്കറിയാം അറബി മലയാളത്തിൽ അക്കാലത്ത് മുസ്ലിം സ്ത്രീകളെ മുഴുവൻ സാക്ഷരരാക്കിയത് അത് ആരായിരുന്നു? അവർ കൊണ്ടുവന്ന നവോത്ഥാനം പലപ്പോഴും വായിക്കപ്പെടാതെ പോയിട്ടുണ്ട് എന്ന ഒരു പ്രശ്നം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു വലിയ കമ്മ്യൂണിറ്റിയെ, അക്കാലത്ത് നമുക്കറിയാം പഴയ കാലത്ത് ഏത് വിഭാഗത്തിലെ സ്ത്രീകളും നിരക്ഷരരായിരുന്നു അധികവും ഉണ്ടായിരുന്നത്, മഹാഭൂരിപക്ഷവും. അവിടെയാണ് സ്വന്തമായ ഒരു ഭാഷ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ, പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങളെ സാക്ഷരരാക്കിയ അറബി മലയാളം വിപ്ലവം നടക്കുന്നത്. അപ്പൊ അതുകൂടി നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കണം. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വക്കം മൗലവി എന്ന് പറയുന്നത് വലിയ വൈരുദ്ധ്യങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആശയധാര അതും വല്ലാതെ മുഖ്യധാര ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ഭാഗം കൂടിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് സീതി സാഹിബ് എഴുതുന്നുണ്ട്, സുപ്രസിദ്ധ മതപണ്ഡിതനായിരുന്ന സയ്യിദ് റഷീദ് റിളയുടെ പത്രാധിപത്യത്തിൽ നടന്നിരുന്ന അൽമനാറിന്റെ ഒരു വായനക്കാരനായിരുന്നു വക്കം മൗലവി സാഹിബ്. സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനി, ഈജിപ്തിലെ മുഫ്തിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദ് റിള മുതലായ സച്ചരിതന്മാരുടെ നായകത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പ്രഥമ പ്രബോധകൻ മൗലവി സാഹിബായിരുന്നുവെന്ന് സീതി സാഹിബ് തന്നെ എഴുതുന്നുണ്ട്. അപ്പൊ സയ്യിദ് റഷീദ് റിള അടക്കമുള്ള ഈജിപ്ഷ്യൻ ഇഖ്വാനുൽ മുസ്ലിമിൻ എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ ആശയധാരയിൽ സഞ്ചരിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അവർ ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഇസ്ലാമിസ്റ്റ് ആശയങ്ങളുടെ ഭാഗമായി സൃഷ്ടിച്ചിട്ടുള്ള സങ്കീർണതകളും അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങളും അടക്കമുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഇന്നും ലോകം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു വക്താവായിരുന്നു എന്ന് സീതി സാഹിബ് എഴുതുമ്പോൾ തീർച്ചയായും വക്കം മൗലവിയുടെ അത്തരത്തിലുള്ള ആശയധാരയെ കൂടി അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ കൂടി നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞു പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ വലിയ അളവിൽ കൊണ്ടാടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെയും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ദിനചര്യയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ ചരിത്രകാരൻ തന്നെ സൂചിപ്പിക്കുന്ന, അദ്ദേഹം ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രഥമ പരിപാടികളിൽ ഒന്നായി പറയുന്നത് അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് എത്തിയിരുന്ന ധാരാളം ആളുകൾ, അവിടെ പല ഉഭയജീവികൾ കടിച്ചവരും മറ്റൊക്കെ എത്തിയിട്ടുണ്ടോ, അങ്ങനെ പല രീതിയിൽ എത്തിയ ആളുകൾ അവർ വെള്ളവുമായി എത്തുന്നു, അതിൽ മന്ത്രിച്ചൂതി കൊടുക്കുന്നു, അങ്ങനെ അങ്ങനെ മന്ത്രിച്ച ആ വെള്ളം അതുമായി ആളുകൾ ആശ്വാസത്തോടുകൂടി മടങ്ങിപ്പോകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരാളാണ് വക്കം മൗലവി എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല അളവിൽ വൈരുദ്ധ്യങ്ങൾ അടങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് വക്കം മൗലവി എന്നതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളുടെ തുടർച്ച തീർച്ചയായും ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്ന സമയത്ത് സൂചിപ്പിക്കാനുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ച് സദസ്സിൽ നിന്ന് വളരെ പരിമിതമായ ചോദ്യങ്ങൾക്ക് അവസരമുണ്ട്, സമയം വൈകിയതുകൊണ്ട്. ഞാനൊരു വിഷയം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നിലവിൽ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ ഒരു മറുപക്ഷ വായന കൂടി ഇതിൽ വേണ്ടിയിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഞാൻ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ലേഖനവും ഞാൻ വായിച്ചിരുന്നു. അതിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ വക്കം മൗലവിയുടെ പത്രത്തിൻ്റെ കേവലം എഡിറ്റോറിയൽ താളുകൾ മാത്രം വായിച്ചുകൊണ്ടുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ മൗലികമായ രചനകൾ വായിച്ചുകൊണ്ടുള്ളൊരു വിമർശനമല്ല നടക്കുന്നത് എന്നൊരു അഭിപ്രായം ലേഖകൻ ഉന്നയിക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, വക്കം മൗലവിക്ക് അങ്ങനെ മൗലികമായ രചനകൾ വേറെ ഉണ്ടായിരുന്നോ? ഞാനിപ്പോൾ വിക്കിപീഡിയ നോക്കിയ സമയത്ത് കുറച്ച് ഇസ്ലാമിക രചനകൾ മാത്രമാണ് കാണുന്നത്. അങ്ങനെ ഒരു മൗലികമായ രചനകൾ വക്കം മൗലവിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഹലോ, വക്കം മൗലവിയെ വിമർശിക്കുമ്പോൾ സ്വദേശാഭിമാനിയിൽ വന്ന രചനകളെ ചൂണ്ടി അല്ല, അത് വക്കം മൗലവിയുടെ ഒരു വീഴ്ചയായി മാത്രം കാണാനാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് കഴിയുന്നത്. മൗലവി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ ശ്രദ്ധിച്ചോ ഇല്ലെന്നറിയില്ല,
അവസാന കാലത്ത് മരിക്കുന്നതിന് 2 കൊല്ലം മുൻപ് 1 വർഷം മാത്രം നിലനിന്ന ദീപിക പത്രം 12 ലക്കമാണ് അതിറങ്ങിയത്. ഈ 12 ലക്കത്തിൽ ഞാൻ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു, ഒരിടത്തെങ്കിലും ആ കാലഘട്ടത്തിലെ പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ഒരാളുടെ വാക്ക് രചനകൾ ആയി അതിനെ കാണാൻ പ്രയാസമുണ്ട്. ദീപിക എന്ന മാസികയിൽ വന്ന എല്ലാ കൃതികളുടെയും അല്ലെങ്കിൽ അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം മൗലവിക്കാണ് എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് ഞാനീ പറയുന്നത്. അങ്ങനെ ആവണമെന്നില്ല. അസിസ്റ്റന്റുമാരുണ്ടാവാം, സബ് എഡിറ്റേഴ്സ്, അങ്ങനെ പലരും ഉണ്ടാവാം. അപ്പോൾ ആരൊക്കെയാണ് അതിങ്ങനെ ഏകപക്ഷീയമായ ഒരു കടുത്ത സ്ക്രീനിങ്ങിലൂടെ അടിത്തട്ട് സമൂഹത്തിൻ്റെ ഒരു വാക്ക് പോലും കടന്നു വരാത്ത ഒരു പത്രമായി നിലനിർത്തിയത് ആര് എന്നതാണ് എൻ്റെ സംശയം. ഇതിൽ കൂടെ ഈ തെരഞ്ഞെടുപ്പിലൂടെ, ഈ സ്ക്രീനിങ്ങിലൂടെ, അത് മൗലവിയുടെ സ്വന്തം സ്ക്രീനിങ് ആണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ വായിച്ചത് തെറ്റായിട്ടല്ല. അത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പാണെങ്കിൽ, ഈ സ്ക്രീനിങ് അദ്ദേഹത്തിൻ്റേതാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ആ കാലഘട്ടത്തിന് പുറംതിരിഞ്ഞു നിന്ന ഒരാളായി വായിച്ചതിൽ തെറ്റില്ല. ആ കാലഘട്ടത്തിൽ ഒരാൾക്കും ഇന്ത്യയിൽ ഒട്ടുക്ക് നോക്കിയാൽ അടിത്തട്ട് സമൂഹത്തിൽ നിന്ന് വലിയ വ്യക്തിത്വത്തോടെ രംഗത്തേക്ക് വന്ന അയ്യൻകാളി അടക്കമുള്ള അടിത്തട്ട് സമൂഹത്തിലെ നായകർ നിയമനിർമ്മാണ വേദിയോട് അടുത്ത് നിൽക്കുന്ന പ്രജാസഭയിൽ 21 കൊല്ലം പ്രതിനിധാനം ചെയ്ത നാടാണ്. ആ വിഭാഗം ജനങ്ങളെക്കുറിച്ച് ഒരു വാക്കെങ്കിലും ഇദ്ദേഹം പറഞ്ഞതായി ഈ ദീപികയാണ് ഒരു സെക്കുലർ പത്രമെന്ന്, മൗലവിയുടെ ഒരു സെക്കുലർ പത്രമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നു. അതിലില്ല. പക്ഷേ സ്ക്രീനിങ് വളരെ ശക്തമാണ്. അതിൽ നമ്പൂതിരി, നായർ, ഈഴവ തുടങ്ങിയ വേണമെങ്കിൽ പറയാവുന്ന മേൽത്തട്ട് ജാതികളുടെ പ്രവർത്തനങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അടിത്തട്ട് സമൂഹത്തെ അദ്ദേഹം എന്തുകൊണ്ട് വകഞ്ഞു മാറ്റി? ആ വാക്ക് തന്നെ പറയാൻ എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അതാണ് നമ്മളെ സങ്കടകരമായ വസ്തുത. അതാണ് ആ എഴുത്തുകാരൻ നമ്മളുമായിട്ട് ഈ ഒരു ആർട്ടിക്കിൾ വന്നതിന് ശേഷം പേഴ്സണലി ഏകദേശം 2 മണിക്കൂറിന് മേലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള എഴുത്തുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? സാധനോടെ ഉണ്ട്. ഇതിനകത്ത് വക്കമൗലവിയുടെ മൗലിക രചനകൾ എന്ന് പറഞ്ഞിട്ട് എന്താ ഉദ്ധരിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. റൈറ്റ്. അതിനകത്ത് അദ്ദേഹം കൂട്ടിയിട്ടുള്ളതെല്ലാം ദീപികയിൽ വന്നിട്ടുള്ള മറ്റ് എഴുത്തുകാരുടെ കവിതകളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ച് അതേ വിമർശനങ്ങൾ ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി കൂടെ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് വളരെ നീണ്ട സംഗതിയാണ്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കത് നേരിട്ട് തന്നെ സംസാരിക്കാമായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അത്തരം ബാലിശമായ ചർച്ചകൾ നമ്മുടേതല്ല. തിരിച്ചുള്ള മറുപടികളിലും ബാലിശത വന്നിട്ടുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. ഇവിടെ ആ വ്യക്തിയെ പരാമർശിച്ചിട്ടില്ല, പരാമർശിക്കാതെ പോകുന്നു. ഇനിയിപ്പോൾ ഇത് ഓൺലൈനിലും മറ്റൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് അത് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നൊരു അവ്യക്തതയോ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടെ ഒന്ന് പറഞ്ഞു പോകുകയാണ്. ഡോക്ടർ ജാബിർ സാറ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വരാമെന്ന് ഏൽക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഈ പങ്കുവെക്കപ്പെട്ട ആശയത്തിൻ്റെ ഒരു വിരുദ്ധ ധ്രുവത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശയ പ്രപഞ്ചം ഉള്ളത് വക്കമൗലവിയുമായി ബന്ധപ്പെട്ട്. അപ്പം അങ്ങനെ ഒരു ആരോഗ്യകരമായ സംവാദമായിരുന്നു ഇവിടെ ലക്ഷ്യം വെച്ചിരുന്നത്. എന്തുകൊണ്ടോ അദ്ദേഹം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. അപ്പം അദ്ദേഹത്തിൻ്റെ നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ തന്നെ എഴുത്തിലൂടെ ആരോഗ്യകരമായ സംവാദം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഇവിടെ പരാമർശിച്ചത്. ആ സംവാദത്തിൽ ഈ പറയപ്പെട്ട ചോദ്യം അദ്ദേഹം തന്നെ ഉന്നയിക്കുന്നുണ്ട്. 2 കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായും അതിൽ ഊന്നിയത്. നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ ഈ വക്കമൗലവിയുടെ ആകെയുള്ള രചനകളെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ നിങ്ങൾ വിലയിരുത്തേണ്ടത്. അത് നടന്നിട്ടില്ല. 2, അപരിമിതമായ സ്വാതന്ത്ര്യമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്ക് വക്കമൗലവി നൽകിയിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീക്ഷണം മാത്രമാണ് കീഴാള ജനതയുമായി ബന്ധപ്പെട്ട്, അടിത്തട്ട് ജനതയുമായി ബന്ധപ്പെട്ട്, ദളിതരുമായി ബന്ധപ്പെട്ടൊക്കെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങളോ എഴുത്തോ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ നിലപാട് മാത്രമാണ്. അപരിമിതമായ സ്വാതന്ത്ര്യം അനുവദിച്ചതുകൊണ്ട് പത്രത്തിൻ്റെ ഉടമ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ല എന്ന 2 വാദമുഖങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത്. അതിനാണ് ഇവിടെ മറുപടി പറയപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താൻ.